അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. അമ്മാ ബഅദ്. പിർസത്തോ ಸತ್ಯವಿಶ್ವಾಸಿನಿಮಾರೆ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲರೆ ಜೀವನತೆ ಪ್ರತಿ ಓರೋರು ಗಲಿಗಲು പേടിച്ചിട്ട് ചൈക്കൊന്നു സ്വന്തത മറക്കാത്ത നിങ്ങളോരോരുത്തരൊട്ടിಗೆ ನೆನಪಾക്കിയിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊള്ള തൗഫീഖ് തന്ന് ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, ഞങ്ങളെ ശരീരത്തിലുള്ള പോലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു അംഗം എത്തിക്കര് ഞങ്ങളെ കൽബ് ചൊല്ലത്, മനസ്സ് ചൊല്ലത്. നോക്കൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഒരു ഹദീസിൽ പടിപ്പാടി തന്നെ എത്തിക്കര് അല വ ഇന്ന ഫിൽ ജസദി മുദ്ഗ. ഇതാ ഖണ്ഡിതമായിട്ടും ഞങ്ങളെ ശരീരത്തിൽ ഒരു എർച്ചിര കണ്ണുണ്ട്. വ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ല. അതുമാത്ര സമാവുറുണ്ടായെങ്കിൽ ഞങ്ങളെ ശരീരത്തെ എല്ലാ അംഗം സമാവുർ ആയിങ്ങ. വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ല. ഇന്ന് അതുമാത്ര ബെടക്കാവുറുണ്ടായെങ്കിൽ ഞങ്ങളെ ശരീര കംപ്ലീറ്റ് ആയിട്ട് ബെടക്കാവുරු. അല വഹിയൽ കൽബ്. അത് ഏത് ചൊന്നുണ്ടായെങ്കിൽ അത് കൽബൈത്തിക്കര്, മനസ്സൈത്തിക്കര് ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഒരു ഹദീസിൽ പടിപ്പാടി തരും. അപ്പോൾ ഈ ഒരു ഹദീസിನ മുഖാന്തര ഞങ്ങൾക്ക് മനസ്സിലാവപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടായി, ഈ കൽബു ചൊല്ലത് അത് ഒരു ലീഡറിനെ പോലെ, ഒരു നായക്കരെ പോലെ. പിന്നെ ഞങ്ങളെ ശരീരത്തിലുള്ള വേറെല്ലാം അംഗ ഏതെല്ലാം ഉണ്ടോ, അത് പിന്നെ കയ്യായും കാലായും ഏതെല്ലാം അംഗം ഉണ്ടോ, ഇതെല്ലാം ഒരു സൈന്യത്തെ പോലെ എത്തിക്കര്, ഒരു ആർമിയെ പോലെ എത്തിക്കര്. അപ്പം ലീഡറായിട്ടുള്ള കൽബ് സമയിക്കണ്ടായെങ്കിൽ പിന്നെ ഞങ്ങളെ കണ്ണും ഞങ്ങളെ കാവും ഞങ്ങളെ കൈയും ഞങ്ങളെ കാലും എല്ലാം സമയിക്കണ്ടായിത്തിക്ക് ഞങ്ങൾ മനസ്സിലാക്കുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഞങ്ങൾക്ക് സമാക്ക ഉള്ളത് ഞങ്ങൾ ലീഡറായിട്ടുള്ള കൽബുര ചൊന്ത എത്തിക്കര് ഞങ്ങൾ ഓരോരുത്തും മനസ്സിലാക്കുള്ളത്. അപ്പോൾ കൽബുര സുധാരണ ആക്കിരണ്ടായി, കൽബുര ഞങ്ങൾ സമ വയ്ക്കിരണ്ടായി അൽഹംദുലില്ലാ. പിന്നെ ഞങ്ങൾ എല്ലാ വിഷയത്തും ഞങ്ങൾ എന്താ പറയുക എന്തിറ, അത് പിന്നെ ഞങ്ങളെ മനസ്സിക്ക് സമാധാനത്തെ പിടിച്ചിട്ട് ഈമാണ്ട് പിടിച്ചിട്ട് വേറെ എല്ലാ വിഷയം ഞങ്ങൾക്ക് നേടിയെടുക്കുക സാധിക്കരുണ്ടായിത്തിക്കര് ഞങ്ങൾ ഓരോരുത്തും മനസ്സിലാക്കുള്ളത് വിഷയം. അപ്പോൾ ഈ ഒരു കൽബുര സുധാരണ ആക്കൂല്ലേ, ഈ ഒരു കൽബുര ശരിയാക്കൂല്ലേ, കുറേ മാർഗങ്ങളുണ്ട്. ആ കുറേ മാർഗത്തിൽ പട്ടേ പോലത്തെ ഒന്നാമത്തെ മാർഗം ഞങ്ങൾ മനസ്സിലാക്കുള്ളത് അസ്വലാത്ത്, നിസ്കാരത്തിക്ക്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ നിസ്കാര ചൊല്ലത് 4 ഖിയാമത്ത് നാൾ 2 ഒന്നാമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളൊട്ടിಗೆ വിചാരണ ആക്കോണ്ട് പോലത്തെ വിഷയത്തിക്ക്. ഈ ഒരു നിസ്കാര ചൊല്ലത് ഒരു മുസ്ലിം ആയിട്ടുള്ളവും ഒരു കാഫിർ ആയിട്ടുള്ളവൻ്റെ നടുത്തിലുള്ള പോലത്തെ ഒരു വ്യത്യാസം എത്തിക്കര്, ഒരു ഡിഫറൻസ് എത്തിക്കര്. അതേപോലെ ഈ ഒരു നിസ്കാര ചൊല്ലത് മനസ്സിക്ക് സമാധാന തണ്ട പോലത്തെ വിഷയത്തിക്ക്, കൽബുര സുധാരണ ആക്കറ് പോലത്തെ, കൽബുര ശരിയാക്കറ് പോലത്തെ ഒരു ഇബാദത്ത് എത്തിക്കര് ചൊല്ലത് ഒർക്കത്തുക്കും ഞങ്ങൾ മറക്കുക തീരണ്ടെത്തിക്കും. നോക്കൊരു അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഞങ്ങൾക്ക് സ്പഷ്ടമായിട്ട് ഞങ്ങൾക്ക് ചൊല്ലത് എത്തിക്കര് വ അഖിമിസ് സ്വലാ. നിങ്ങൾ നിസ്കാരത്തെ നിലനിപ്പാട്ടൊരു ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഖണ്ഡിതമായിട്ടും നിസ്കാര ചൊല്ലത് എല്ലാ ബാൻഡത്തിൽ നിന്നും എല്ലാ ബെടക്കിൽ നിന്നും നിങ്ങളെ ടരേറ്, നിങ്ങളെ സ്റ്റോപ്പ് ആക്കറ്. വല ദിക്റുല്ലാഹി അക്ബർ. അള്ളാഹുരെ നെനപ്പാക്കരുത്, അത് എത്തിക്കര് ഏറ്റവും വലിയത്. വല്ലാഹു യഅലമു മാ തസ്നഊൻ. നിങ്ങൾ എന്തൊരാക്കിയുള്ളാറ് ചൊല്ലുന്ന വിഷയത്തിൽ അള്ളാഹു അറിയുള്ളവനെ എത്തിക്കറ, അള്ളാഹു പിടിയുള്ളവനെ എത്തിക്കറ ചൊന്ത എത്തിക്ക അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊന്നത്. അപ്പോൾ നോക്കൊരു കൽബുര സുധാരണ ആക്കുള്ള പോലത്തെ ഒന്നാമത്തെ മെയിൻ മാർഗ്ഗം ഏത് ചെന്നിട്ടായി നിസ്കാരം എത്തിക്കര്. ഞങ്ങൾക്ക് പിന്നെ ഒരു ഹദീസ് നോക്കുമ്പോഴുണ്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പടിപ്പാടി തണ്ട പോലത്തെ ഒരു വിഷയത്തിക്കര് 5 വക്തിര നിസ്കാര എങ്ങനെ ചൊന്തു ഞങ്ങൾക്ക് ഭാരി ചന്തത്തിലെത്തിക്കര്. ഒരു എക്സാമ്പിൾ പോലെ, ഒരു ഉദാഹരണ രൂപത്തിലെത്തിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ആക്കിയതുണ്ട്. നോക്കൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരൊട്ടിಗೆ ಬಂತು ചൊല്ലു 5 വക്തിര നിസ്കാര എങ്ങനെ ചൊന്നിട്ടായെങ്കിൽ ഇപ്പം ഒരാൾ അയാളുടെ ഔത്ര മുട്ട ഒരു പൊല ഉണ്ട്. അപ്പോൾ ആ ഒരു പൊലയിൽ അയലെന്താക്കി ചൊന്നിട്ടായി 5 പട്ട കുലിക്കിറ്. അങ്ങനെ 5 പട്ട കുലിച്ചിട്ടായി അയൽ നിന്നിട്ട് എന്തിരായെങ്കിൽ ഒരു കല ബാക്കിയവർ, എന്തിരായെങ്കിൽ ഒരു നജസ് ബാക്കിയവർ ചൊന്തു സ്വഹാബിമാരൊട്ടി കേൾക്കറ്. അപ്പോൾ സ്വഹാബിമാർ ചൊല്ലുறாரு ഇല്ല നബിയ, അയൽ നിന്നിട്ട് ഒന്നും ബാക്കിയാവില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ഇതാ 5 വക്തിര നിസ്കാരം നിങ്ങൾക്ക് അതേ രൂപത്തിലെത്തിക്കും. അതായത് 5 വക്തിര നിസ്കാരം ഞങ്ങൾ നിരന്തരം നിസ്കരിച്ചുകൊണ്ടിരിക്കണ്ടായെങ്കിൽ ഞങ്ങളെ മനസ്സും സമാധാനം കിട്ടു. അതിരൊട്ടിಗೆ ഞങ്ങളെ മനസ്സിലുള്ള പോലത്തെ അല്ലെങ്കിൽ എന്തിനാ ഞങ്ങളെ തപ്പുണ്ടു അതെല്ലാം ഞങ്ങൾ നിന്നിട്ട് മാഫായിട്ട് കിട്ടു. അങ്ങനെ ഞങ്ങളെ കൽബുര സുധാരണ ആക്കുള്ള പോലത്തെ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ബെസ്റ്റായിട്ടുള്ള ഒരു മാർഗ്ഗം എത്തിക്കര് അസ്വലാത്ത് 5 വക്തിര നിസ്കാര ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കുള്ള പോലത്തെ വിഷയത്തിൽ. ഇനി രണ്ടാമത്തെ എന്താ വെച്ചിട്ടുണ്ടായെങ്കിൽ ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ ഓതുறது എത്തിക്കര്.
ഖുർആൻ്റെ ಯಾರ തിലാവത്താക്കറും അതേപോലെ ഖുർആൻ്റെ ഓതുற പോലത്തെ ആൾമാർ നല്ല കാര്യമായിട്ട് ഓതുற പോലത്തെ ആൾമാരെ ആ ഒരു ഓത്ത് കേൾക്കരുത്. ഇത് രണ്ടും ഞങ്ങളെ കൽബുഗു അസറാക്കുന്നതായിട്ട് കൽബുಗೆ ಎಫೆಕ್ಟ್ ಹಾಕಿರೋ ಬೋಲ್ತೆ ವಿಷಯ ಐತಿ. ಅದೇ ಕಲ್ಬುರ ಸುಧಾರಣೆ ಆಗುವುಲ್ಲ ಬೋಲ್ತೆ ഒരു ശ്രേഷ്ഠമൈത്തില് പിന്നെ ഒരു മാർഗ്ഗം എത്തിക്കറ് ചൊന്ത എത്തിക്കറ് ഞങ്ങൾ മനസ്സിലാക്കുള്ളത്. നോക്കൊരു ഖുർആന് ചൊല്ലത് എത്തിക്കറ് അള്ളാഹുര കലാം ഞങ്ങളെ റബ്ബുര കലാം ആരായും ഒരാൾ മുണ്ടേ പോലത്തെ കലാമാണ് ഞങ്ങളെ റബ്ബ എത്തിക്കറ് ആ ഒരു ഖുർആന് ചൊല്ലത് അവതീർണാക്കിയത്. അപ്പോൾ റബ്ബുര കലാം ഉണ്ടാകുമ്പോഴത്തേക്ക് നോക്കൊരു ഞങ്ങൾക്ക് ഒരു ചെറിയ ഒരു എക്സാമ്പിൾ മനസ്സിലാക്കുന്നുണ്ടായി. ഞങ്ങളെ സലഫുമാർ അതായത് ഞങ്ങളെ മുന്നോൽ കല്ലിനി പോയ പോലത്തെ സ്വാലിഹത്തുൽ ആൽമാർ അങ്ങ് എങ്ങനെ ചൊല്ലിട്ടായി ಅಂಕೆ ಅಲ್ಲಾಹುರೊಟ್ಟಿಗೆ ಪಲ್ಕ ಒರೆಯನು ಚೊನ್ನಂಟಾಯಿ ಅಂಗ ನಿಸ್ಕರಿಚೊಂಡಿನಾರು. ಇನ್ನು ಅಲ್ಲಾಹುರ ಪಲ್ಕದ ಕೇಕೊಂಡು ಉಂಟಾಯಿ ಆ ಒಂದು ಆಸೆ ಅಂಗಲ ಮನಸ್ಸಲ್ಲಿ ಬಂಡುಂಟಾಯಿ ಅಲ್ಲಾಹು ಎಂದ್ರ ಪಲ್ಕ ಚೊಂದುಂಟುಲ್ಲ ಅದರ ಕೇಕೊಂಡು ಅವರು ಕೊಸ್ಸಿ ಲಭಿಕೊಂಡು ಚೊಂತು ಅಂಗಲ ಮನಸ್ಸಿಗೆ ಬಂಡುಂಟಾಯಿ അതാ അപ്പം മുസാഫ് എടുത്തത് എന്താക്കിന്നാർ ഓതിയൊണ്ടിന്നാർ. അപ്പോൾ അതേ തിക്കറി ഞങ്ങളെ സലഫുമാർ. അപ്പോൾ അതുകൊണ്ട് സഹോദരന്മാരെ ഖുർആനെ ചൊല്ലത് എല്ലാ സീക്കുകളെ പോലത്തെ ഒരു ഷിഫ ആയിത്തിക്കറി മറന്നെത്തിക്കറി. നോക്കൊരു ഞങ്ങൾക്ക് ഇബ്നു അബിൽ ഇസ് റഹിമുല്ല അതിൽ ചൊല്ലത് കാണാ ഫൽ ഖുർആൻ ഹുവ ഷിഫാഉ താം. ഖുർആൻ ചൊല്ലത് അത് എല്ലാത്തുക്കും പൂർണ്ണമായിട്ടുള്ള ഒരു ഷിഫ ആയിത്തിക്കറി. ഓർത്തോൽ ചൊല്ലുണ്ടായി മിൻ ജമീഇൽ അദ്വാഇൽ ഖൽബിയ്യ എല്ലാ കൽബുറുള്ള ഉൾഗുള്ള പോലത്തെ സീക്കും മറന്നെത്തിക്കറ് വൽ ബദനിയ ശരീരത്തിലുള്ള പോലത്തെ സീക്കും മറന്നെത്തിക്കറ്. ഈ ഖുർആൻ ചൊല്ലത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഷിഫ എത്തിക്കറ് ചൊന്തയെത്തിക്കറ് ഞങ്ങൾക്ക് ഇബ്നു അബിൽ ഇസ് റഹിമുല്ല ചൊന്തേണ്ടത്. അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കൽബുലുള്ള അഹങ്കാര ആവട്ടെ ഞങ്ങളെ കൽബുലുള്ള പോലത്തെ നെഞ്ചാവട്ടെ അങ്ങനത്തെ കൽബുക്ക് സംബന്ധപ്പെട്ട എന്തൊരു സീക്കുണ്ടു ಅದರ ಶಿಫಾಕದೈತಿಕ್ರು ഖുർആൻ. ഇന്ന് ഞങ്ങളെ ശരീരത്ത് ബാധിച്ച പോലത്തെ സീക്കിനുണ്ടായി അതിലും ഷിഫാക്കുന്നത് ഖുർആൻ എത്തിക്കറ്. അപ്പോൾ അതുകൊണ്ട് ഖുർആൻ്റെ നിരന്തരമായിട്ട് ഓതി വയ്ക്കുന്നുണ്ടായി ഞങ്ങൾക്ക് അള്ളാഹുറൊട്ടി അതുകൊള്ള പോലത്തെ പ്രതിഫലക്ക് ലഭിക്കറ്. അതിൽ ഒരു സംശയമില്ല. ഒരു ഹർഫ് ഓതിയുണ്ടായി 10 കൂലി കിട്ടറ്. അതേപോലെ ഞങ്ങൾ ഖുർആൻ്റെ നിരന്തരമായിട്ട് ഓതിയുണ്ടായി ഞങ്ങളെ മനസ്സിಗೆ അത് എഫക്റ്റ് ആവും ഞങ്ങളെ മനസ്സിൽ അത് പരിവർത്തന ആക്കറ് സുധാരണ ആക്കറ് ചൊല്ലുന്ന പോലത്തെ വിഷയ ഞങ്ങൾ മറക്കോത്തീര. അപ്പോൾ അതുകൊണ്ട് എത്തിക്കറ് റമദാനിൽ മാത്രമല്ല ഞങ്ങൾക്ക് സീമിതമാക്കി വയ്ക്കുള്ളത് ഖുർആൻ ചൊല്ലത്. ഖുർആൻ ചൊല്ലത് വർഷത്തെ എല്ലാ തിങ്കളും ഓതനായ പോലത്തെ ഒരു ഇബാദത്തെ എത്തിക്കറ് ചൊന്തു ഞങ്ങൾ വർക്കത്തും മറക്കോത്തീരണ്ട എത്തിക്കറ്. ഇന്ന് ഖാലി ഓതിയുമയാവില്ല ഞങ്ങൾക്ക് നോക്കൊരു ഹസനുൽ ബസ്രി റഹിമുള്ള ചൊല്ലത് എത്തിക്കറ് അള്ളാഹു ഖുർആൻ്റെ അവതീർണാക്കിയത് ಅದರ പ്രകാരമായിട്ട് അമലാക്കും. അതായത് അള്ളാഹു ഖുർആൻ്റെ അവതീർണാക്കിയത് ഖാലി ഓതുക മാത്രമല്ല ബദലായിട്ട് ಅದರ പ്രകാരമായിട്ട് എന്തൊരൈത്തിക്കറ് അള്ളാഹു ഞങ്ങൾക്ക് ഖുർആൻ്റെ മുഖാന്തര ചൊന്നുകൊണ്ടുള്ളത് ಅದರ യഥാർത്ഥമായിട്ട് പഠിച്ചിട്ട് ಅದರ ಪ್ರಕಾರ ಅಮಲಾಕು ಐತಿಕ್ ಯಾರ ತಾಲ್ಮಾರ ಅವಸ್ಥೆ ಎಂದ್ರೆ ಇರ್ಸುನ್ ಟೈಮ್ ഖുർആൻ ഓതുറാർ ഖുർആൻ്റെ ಯಾರ ಕಿರಾತ್ ಹಾಕಿರಾರ್ ಹಂಗೆ ಹಾಕಿರ್ಬಿಟ್ಟು വലിയ ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചിട്ടുണ്ട്. ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തൊരു ഐത്തിക്കറ് ചൊന്നുകൊണ്ടുള്ളേ അതുകൊണ്ട് നോക്കിയിട്ടില്ല. നോക്കറു നാ കേട്ടതും യഥാർത്ഥമായിട്ട് സംഭവിച്ച പോലത്തെ കുറേ വിഷയത്തിൽ കുറേ ഷിർക്കാക്കിற പോലത്തെ ആൾമാർ അങ്ങ് ആ ഷിർക്ക് കംപ്ലീറ്റ് ആയിട്ട് വിട്ടിട്ടു അങ്ങ് തൗഹീദിക്ക് മുന്നോട്ട് പറകുള്ള പോലത്തെ കാരണം എന്ത് വെച്ചിട്ടുണ്ടായി ഖുർആൻ്റെ എത്തിക്കറ്. ഖുർആൻ്റെ അർത്ഥം നോക്കിയതൊരു കാരണം കൊണ്ട് എത്തി ഖുർആൻ്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തൊരു ചൊന്നുള്ള ചൊന്തു ആ ഒരു കാരണത്തിൽ എത്തിക്കറ് അങ്ങ് തൗഹീദിക്ക് വന്നത്. ഇത് ഞങ്ങൾക്ക് ഇത് ബെസ്റ്റ് എക്സാമ്പിൾ ചൊന്നുണ്ടായി ഞങ്ങൾ മുന്നോട്ട് സ്വഹാബിമാരായെങ്കിൽ ഉണ്ടായെങ്കിൽ നബിയിൽ നിന്ന് ആ ഒരു ഖുർആൻ്റെ കേട്ടത് എത്ര സ്വഹാബിമാർ എത്തിക്കറ് ഇസ്ലാം ദീനിക്ക് കടന്നു വന്നത് അത് മുന്നോട്ട് ചരിത്രം എത്തിക്കറ്. അപ്പോൾ ഖുർആൻ ചൊന്നിട്ടായി അത് അത്ര പവറുണ്ട് സഹോദരന്മാരെ. ഞങ്ങളെ കൽബുറ് സമാക്കൂല പോലത്തെ ഞങ്ങളെ കൽബു സമാധാനം കിട്ടുന്ന പോലത്തെ ഒരു വലിയ ഒരു ഇബാദത്തും അമലു സ്വാലിയത എത്തിക്കറി ഈ ഒരു ഖുർആൻ ചൊല്ലത്. അപ്പോൾ അതുകൊണ്ടു റമദാൻ തീനസാത്ത് ഖുർആൻ്റെ പിന്നൊരു റമദാൻ വരുമ്പോൾ നല്ല ധൂണ് പിടിച്ചിട്ട് ബൈക്കിற പോലത്തെ ഒരു അവസ്ഥ ഞങ്ങൾ ഔത്തുಲು സംഭവിക്കോ തീരണ്ട എത്തിക്കറി. ഖുർആൻ ഓതുറ ഒരു ഔത്തുಲು നല്ല ബർക്കത്ത് എത്തിക്കറി ലഭിക്കರೆ അല്ലേ. ഞങ്ങൾക്ക് ഒരു സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ലത് എത്തിക്കറി ഓടെ ഖുർആൻ ഓതുറു അവിടെ മലക്കുമാർ എന്താവർ ഹാജരാവർ. അതേപോലെ ഷൈത്താൻ ആ ഒരു ഔത്തു നിന്ത് വിട്ടുപോണ്ട ഓടെ ഖുർആൻ ഓതില്ല അവിടെ ഷൈത്താൻമാർ ഹാജരാവർ മലക്കുമാർ ആ ഔത്തു നിന്ത് വിട്ടുപോണ്ടാണ് എത്തിക്കറ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഞങ്ങൾ ചൊന്നത്. അപ്പോൾ അതുകൊണ്ട് ഖുർആൻ ചൊല്ലത് അള്ളാഹുർ കലാം എത്തിക്കറ്. അത് ഏത് സൃഷ്ടിച്ചൊന്ന കലാമല്ല. അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ പോലത്തെ ഹാലിക്കും മാലിക്കും റാസിക്കായിത്തുള്ള റബ്ബുറെ കലാം എത്തിക്കറ്. അപ്പോൾ അതുകൊണ്ട് ഖുർആൻ്റെ ഞങ്ങൾ നിരന്തരമായിട്ട് ഓദ്യൊണ്ടിക്കൊണ്ടെത്തിക്കറ് ഞങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുള്ള പോലത്തെ വിഷയം എത്തിക്കറ്. ഇനി മൂന്നാമത്തെ വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല മാർഗ്ഗം ഞങ്ങളെ മനസ്സിൽ സമാക്കുള്ള പോലത്തെ ദിക്റുല്ലാഹ് അള്ളാഹുരെ ദിക്റാക്കറ എത്തിക്കറ്. അള്ളാഹുരെ ಯಾರ ನೆನಪಾಕறது എത്തിക്കറ്. നോക്കറു അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഞങ്ങൾക്ക് ചൊല്ലത് എത്തിക്കറ് അല്ലദീന ആമനു ഈമാൻ വെച്ച പോലത്തെ ആൾമാർ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ അള്ളാഹുടെ ദിക്റ് കൊണ്ടു അങ്ങനെ മനസ്സിಗೆ ഒരു ರೂಪದ സമാധാനം എത്തിക്കറ് കിട്ടേ അവിടേക്ക് തീന്തില്ല അള്ളാഹു കേക്കറ എത്തിക്കറ് ഞങ്ങളൊട്ടിಗೆ
അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഇതാ അള്ളാഹുരെ ನೆನಪಾಕരുത്, അള്ളാഹുരെ ദിക്ർ നിങ്ങളെ മനസ്സിൽ നിങ്ങൾ ನೆನಪಾക്കരുത്, അത് നിങ്ങൾക്ക് സമാധാനം തണ്ടില്ലേ ചൊന്തയിത്തിക്കർ അള്ളാഹു ഞങ്ങളൊട്ടി ക്വസ്റ്റ്യൻ കേൾക്കരുത്. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുള്ളത് മനസ്സിಗೆ ഞങ്ങളെ മനസ്സിಗೆ ഒരു സമാധാനം കിട്ടും, ഞങ്ങളെ കൽബൊരു സുധാരണ ആക്കുമല്ലോ പോലത്തെ ഒരു കാരണ എത്തിക്കര് അള്ളാഹുരെ അപ്പപ്പ ನೆನಪಾಕದಾയിരിക്കും ദിക്റാക്കുന്നു. നോക്കൊരു ദിക്ർ ചൊന്നിട്ടായി സുബൈർ അതുക്കാർ, അസർ അതുക്കാർ, ഉറങ്ങുற മുന്നോലും ചൊല്ലുற പോലത്തെ ദുവ, എത്ര ദുവൈത്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പടിപ്പാടി തന്നത്. ഈ എല്ലാ ദുവകൾ നിനക്ക് കിട്ടുക പോലത്തെ ഫായ്ദ എന്ത് വെച്ചിട്ടുണ്ട്? ഒന്നാമത്തത് അതുള്ള പോലത്തെ പ്രതിഫലം ഞങ്ങൾക്ക് ലഭിക്കരുത്, അതിൽ ഒരു സംശയമില്ല. രണ്ടാമത്തത് ശൈത്താൻ നിന്നും എല്ലാ ರೀತಿಯ ഷർറിൽ നിന്നും അവിടെ തീന്തില്ല എന്തിനായി ഒരു മുസീബത്ത് ഞങ്ങൾ മുന്നോട്ട് ബറോവിനെട്ടായി അതിൽ നിന്നും ഞങ്ങൾക്ക് ഈ ഒരു ദിക്ർ മുഖാന്തര ഒരു രക്ഷണ ಐತಿಕ್ರೆ ಲಭಿಕ್ರೆ, ದಿಕ್ರ ಮುಖಾಂತರ ഞങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ಐತಿಕ್ರೆ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തണ്ടത്. അതേപോലെ ഞങ്ങളെ കൽബുക്ക് ഒരു റാഹത്ത്, ഞങ്ങളെ കൽബുക്ക് ഒരു സമാധാനം, അത് അള്ളാഹു ನೆನಪಾക്കിയപ്പോൾ കിട്ടും. നമുക്കൊരു ഏത് വിഷയം ബിസ്മില്ലാ ചൊന്തു സ്റ്റാർട്ടാക്കുമ്പോൾ അതൊരു കൊസ്സി ಐತಿಕ್ರೆ ഞങ്ങൾ മനസ്സിൽ കിട്ടും. ആ ഒരു അള്ളാഹുര പേര് കൊണ്ട് സ്റ്റാർട്ടാക്കുമ്പോൾ അതൊരു കൊസ്സിയെ ಬೇರೆ ಐತಿಕ್ರೆ, അത് ಬೇರೆ ഒന്നുമില്ല ഞങ്ങൾക്ക് എന്താവില്ല കിട്ടുപോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മെയിനായിട്ട് ഈ 3 മാർഗ്ഗം ಐತಿಕ್ರೆ. ഒന്ന് നിസ്കാര, രണ്ടാമത്തത് ഖുർആൻ്റെ ഓതുന്നതും ഖുർആൻ്റെ കേൾക്കുന്നതും, മൂന്നാമത്തെ അള്ളാഹു ദിക്റാക്കത്. ഈ 3 മാർഗ്ഗം എങ്ങനത്തെ മാർഗ്ഗാച്ചുണ്ടായി ഞങ്ങളെ കൽബുരെ നല്ല സുധാരണ ആക്കൂല, ഇമ്പ്രൂവ് ആക്കൂല. ഇത് ഞങ്ങൾ നിരന്തരമായിട്ട് ആക്കി വെക്കുന്നുണ്ടായി അത് ഞങ്ങളെ കൽബുಗೆ എഫക്റ്റ് ആക്കറ്, ഞങ്ങളെ കൽബുരെ ಕಂಪ್ಲೀಟ್ ಆಯ್ತು ಚೇಂಜ್ ಆಕರು, ಸಮ ಆಕರ ಬೋಲ್ದು ഒരു ಬಸ್ತ ಐತಿಕ್ರೆ. ಈ 3 ಮಾರ್ಗ 3 ಇಬಾದತ್ ಚೊಂದು ഞങ്ങൾ മറക്കോത്തീര. അതുകൊണ്ട് അങ്ങനെ മുത്തക്കീനായിട്ടുള്ള ആൽമാർ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാവരും ആക്കി തീർക്കട്ടെ. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.